Probability. Probability പറഞ്ഞു വരുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് an experiment which can repeat any number of time but we cannot predict the outcome. എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അതിൻ്റെ ഔട്ട്കം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു കോയിൻ ടോസ് ചെയ്താൽ 1000 ടൈംസ് ചെയ്താലും നെക്സ്റ്റ് ടൈം എന്താണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഹെഡും ടെയിലും ആണെന്ന് അറിയാം. കൃത്യമായിട്ട് അതിന് എന്തൊക്കെ ഔട്ട്കം വരുമെന്നറിയാം. പക്ഷെ ഒരു ടോസിൽ എന്താണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം ഔട്ട്കംസ് വരുന്ന എക്സ്പെരിമെന്റ്സ്, റാൻഡം എക്സ്പെരിമെന്റ്. ആ റാൻഡം എക്സ്പെരിമെന്റ് ഇത്തരം ഔട്ട്കംസ് അതിന് നമുക്ക് ഇവന്റ്സ് എന്ന് പറയാം. ഈ ഇവന്റ്സിനെ എല്ലാം കൂടി ഒരു സെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ദ സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് ഇറ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡും ടെയിലും ഇവന്റ്സ് ആണ്. അത് ഒരു സെറ്റിൽ എഴുതി കഴിഞ്ഞാൽ അത് സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് ഇൻ എ സിംഗിൾ കോയിൻ ടോസിംഗ് എക്സ്പീരിയൻസ് ഇസ് കോൾഡ് ആസ് ആൻ എക്സാമ്പിൾ വി കൻ സേ സാമ്പിൾ സ്പേസ്. വി കൻ ഡിനോട്ട് ഇറ്റ് വിത്ത് ക്യാപിറ്റൽ എസ്. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എസ് ഉപയോഗിച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. ഈ ഇവന്റ് എന്ന് പറയുന്നത് പലതരം ഇവന്റ്സിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒരെണ്ണം മ്യൂച്വലി എക്സ്ക്ലൂസീവ്. One event can protect the other. One event can prevent the other. Simultaneous occurrence of the events cannot happen. ഒരുമിച്ച് വരില്ല. ഹെഡും ടെയിലും ഒരുമിച്ച് വരില്ല. ഒരു കോയിൻ ടോസ് ചെയ്ത് ഹെഡും ടെയിലും കൂടി ഒരുമിച്ച് വരില്ല. അതുകൊണ്ട് ഹെഡും ടെയിലും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഒരു ബേർത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും രണ്ടു തരം അല്ലേ കാറ്റഗറൈസ് ചെയ്യാം. പക്ഷെ അത് രണ്ടും ഒരുമിച്ച് ഒരു സിംഗിൾ ബർത്തിൽ അല്ലേ, ടിൻസിന്റെ കാര്യമല്ല പറയുന്നത്. ഓൺ ഓഫ് രണ്ടു തരം ഇവന്റ്സ് ആണ്. ഓണും ഓഫും കൂടി ഒരുമിച്ചല്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ്. വൺ ഇവന്റ് ക്യാൻ എന്താണ് പ്രിവെന്റ് ദ അക്കറൻസ് ഓഫ് അതർ. ഒന്ന് മറ്റൊന്നിനെ തടയാം. അത്തരം ഇവന്റ്സ് ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇൻഡിപെൻഡന്റ് ഇവന്റ്. എന്താ ഇൻഡിപെൻഡൻസ്? വൺ ഇവന്റ് നോട്ട് റിലേറ്റഡ് ടു ദ അതർ. ഇറ്റ് ഡസന്റ് റിലേറ്റ് ദ അതർ. എങ്ങനെയാ? രണ്ട് കോയിൻ ടോസ് ചെയ്തു. ആദ്യത്തെ കോയിൻ, രണ്ടാമത്തെ കോയിൻ, രണ്ട് കോയിൻ ടോസ് ചെയ്തു. സൈമൾട്ടേനിയസ് ആയി ടോസ് ചെയ്യാണ്. ഫസ്റ്റ് കോയിൻ റിസൾട്ട്സ് ഹാഡ്സ്. ഇറ്റ് ഡസന്റ് എഫക്ട് ദ സെക്കൻഡ് കോയിൻ. സെക്കൻഡ് കോയിനിൽ ഹെഡ് വരുന്നോ ടെയിൽ വരുന്നോ ഫസ്റ്റ് കോയിന്റെ ഹെഡും ടെയിലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല. ദേ ആർ ഇൻഡിപെൻഡന്റ്. പിന്നെ നൾ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്ത ഹെഡും ടെയിലും അല്ലാതെ വേറെ എന്തെങ്കിലും വരും. അങ്ങനെയുള്ളൊരു ചാൻസ് അല്ലേ, അങ്ങനെയുള്ളൊരു ഇവന്റ് ആണ് നൾ ഇവന്റ്, അതിന്റെ ചാൻസ് അല്ലേ. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഇതൊക്കെയാണ്. എന്തൊക്കെയാ? റാൻഡം എക്സ്പെരിമെന്റ്, സാമ്പിൾ സ്പേസ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഇൻഡിപെൻഡന്റ് ഇവന്റ്. ഓക്കെ, ഇവന്റ്സ് ആണ്, ഇവന്റ്സിന്റെ കാര്യമാണ്. ഈ ഇവന്റ്സ് റാൻഡം എക്സ്പെരിമെന്റ്സിലെ ഇവന്റ്സ് അത് ഇൻഡിപെൻഡന്റ് ആവാം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവാം, അതല്ലെങ്കിൽ ഈക്വലി ലൈക്ലി ആവാം. ഈക്വലി ലൈക്ലി എന്ന് പറയുന്നത് ഒരേ സാധ്യതയുള്ളത്. ഹെഡ് വരാനും ടെയിൽ വരാനും ഒരേ സാധ്യതയാണ് അല്ലേ. ഈക്വലി ലൈക്ലി ഇവന്റ്സ്, ഒരേ സാധ്യതയുള്ള, ഒരേ ചാൻസ് ഉള്ള ഇവന്റ്സ്. ഓക്കെ, പിന്നെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോബബിലിറ്റി? നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം പ്രോബബിലിറ്റി? ഇവന്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. അപ്പൊ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് ഇ എന്ന് പറയുന്നത് ഒരു കോയിൻ ടോസ് ചെയ്ത ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഒരു കോയിൻ ടോസ് ചെയ്ത ഹെഡ് കിട്ടാനുള്ള ചാൻസ് എങ്ങനെ പറയാം? ഹെഡ് എന്നുള്ളതാണ് പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ പറയുന്നത്. ആ പർട്ടിക്കുലർ ഹെഡ് എന്ന് പറയുന്ന ഇവന്റ് വരാനുള്ള ചാൻസ്. സോ വി കൻ ഡിഫൈൻ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ it is a P by Q form. Ratio between number of particular event with the total number of events. Ratio between number of particular event with the
the total number of events in the sample space. Number of particular event in the sample space with the total number of events in the sample space. Clear? It is the ratio between number of particular event in the sample space with the total number of events in the sample space. It is, let us say, M is the number of particular events. N is the number of events in the sample space. So we can say probability of E, P of E is equal to M by N. It is a ratio between M and N. N not equal to 0. Number of events in the sample space is not equal to 0. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. M can be equal to 0. Number of particular event in the sample space may be equal to 0. 0 by N. 0 probability is possible. So it is probability of E, M by N, number of particular in sample space by total number in sample space, probability of an event. Then axiomatic definition. Axioms, ചെറിയ theorems, proof ഒന്നും ആവശ്യമില്ലാത്ത ചെറിയ റിസൾട്ടുകൾ. അങ്ങനെ 3 axioms ഉണ്ട്. എന്തൊക്കെയാ axioms? ഒന്നാമത്തെ axiom, probability in terms of axioms. 3 axioms. First axiom, total probability is 1. Total probability is 1. Probability of sample space is 1. Probability of S is the sample space. Probability of S, P of S equal to 1. That is the first axiom. Clear? Second axiom, probability is lying between 0 and 1. Probability value എപ്പോഴും 0 നും 1 നും ഇടയിലാണ്. നെഗറ്റീവ് ആവില്ല, 1 നേക്കാളും കൂടുതലാവില്ല. എന്ന് വെച്ചാൽ M by N, M less than or equal to N. Number of particular elements in the sample space should be less than or equal to number of elements in the sample space. M less than or equal to N. M may be equal to 0, but N never equal to 0. So M by N should be between 0 and 1. Third axiom, if the events are mutually exclusive, one event can protect the other, prevent the other, then suppose E1 and E2 are 2 events. P of E1 or E2, either E1 or E2. P of E1 union E2 equal to P of E1 plus P of E2. Probability of union of events. It is probability of E1 plus probability of E2. It is the sum of individual probabilities. That is the third axiom. മൂന്നാമത്തെ axiom. E1 union E2. Union എന്ന് പറയുന്നത് by language it is or E1 or E2. Notation E1 union E2. Mathematics E1 plus E2. Like E1 union E2, P of E1 plus P of E2. So these are 3 axioms of probabilities. Probability ആണ് 3 axiom. Then addition theorem. എന്താണ് addition theorem? If A and B are any 2 events, A and B are any 2 events, then P of A union B, P of A union B, it is equal to P of A plus P of B minus P of A intersection B. P of A plus P of B minus P of A intersection B. A and B, A intersection B. And notation intersection. P of A union B equal to P of A plus P of B minus P of A intersection B if A and B are any 2 events. If A and B are independent, നമ്മൾ അതിനെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിലേക്ക് പോകും. If A and B are independent. If A and B are mutually exclusive, A intersection B is null set. Null set the probability 0. So P of A intersection B is equal to 0 when A and B are mutually exclusive. So A and B are mutually exclusive ആണെങ്കിൽ മൂന്നാമത്തെ axiom തന്നെയാണ് addition theorem. A intersection B null set ആണ്, P of A intersection B P of null set ആണ്. അപ്പോൾ എന്ത് വരും? P of A plus P of B minus 0 വരും. ഇത് തന്നെയാണ് third axiom. Next, conditional probability.
എന്താ കണ്ടീഷണൽ പ്രോബിലിറ്റി? ഒരു കണ്ടീഷൻ തരിക, ഒരു ഗിവൺ ആയിട്ടുള്ള ഒരു ഇവന്റ് തരിക. എന്താ ഗിവൺ ആയിട്ടുള്ള ഇവന്റ്? സപ്പോസ് ബി ഈസ് ഗിവൺ, ബി ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വി ആർ ലുക്കിംഗ് ഫോർ ദ പ്രോബബിലിറ്റി ഓഫ് എ, അനദർ ഇവന്റ്. P of A given B, B is given, already happened. Conditional probability of A given B. A യുടെ probability ആണ് കാണുന്നത്, പക്ഷെ B given ആണ്. It is P of A intersection B by P of B. ഏതിന്റെയാണോ given ആയിട്ടുള്ള അതിന്റെ individual probability divide ചെയ്യുക. Mathematical condition, P of B not equal to 0. Division with 0. Not possible. Indeterminate. P of B given A, meaning similarly we can say that P of B given A. A is given, A is already happened. P of B ആണ് കാണുന്നത്, B യുടെ പ്രോബബിലിറ്റി ആണ് കാണുന്നത്. So it is P of A intersection B given ഏതാണോ അതിന്റെ പ്രോബബിലിറ്റി ഡിവൈഡ് ചെയ്യുക, P of A. P of B given A is P of A intersection B by individual probability of given event. അവിടെ mathematical condition denominator not equal to 0. പിന്നെ സെറ്റ് നൊട്ടേഷനിലെ കുറച്ച് കാര്യം പറയാം. ഈ യൂണിയൻ ഈ കോംപ്ലിമെന്റ് യൂണിയൻ ആയി കഴിഞ്ഞാൽ ഈ യൂണിയൻ ഈ കോംപ്ലിമെന്റ് ഈ എനി ഇവന്റ്, ദിസ് ഇസ് ദ സാമ്പിൾ സ്പേസ്, ഈ എനി ഇവന്റ് E1 സപ്പോസ്, E1ന്റെ കോംപ്ലിമെന്റ് E1ൽ ഇല്ലാത്തതെല്ലാം പക്ഷെ എന്തിലുണ്ടാവണം? എസ്സിൽ ഉണ്ടാവണം അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഈ യൂണിയൻ ഈ കോംപ്ലിമെന്റ് ഈസ് യെസ്. ഇന്റർസെക്ഷൻ ഈ ഇന്റർസെക്ഷൻ ഈ കോംപ്ലിമെന്റ് നൾ സെറ്റ്. ഈ ഇന്റർസെക്ഷൻ ഈ കോംപ്ലിമെന്റ് നൾ സെറ്റ്. ഈ യൂണിയൻ നൾ സെറ്റ്, ഈ യൂണിയൻ നൾ സെറ്റ് ഇ. ഈ ഇന്റർസെക്ഷൻ നൾ സെറ്റ്, നൾ സെറ്റ്. യെസ് യൂണിയൻ നൾ സെറ്റ്, യെസ്. ഈ ഇന്റർസെക്ഷൻ യെസ്, ഇ. നൾ സെറ്റ് യൂണിയൻ യെസ്, യെസ്. നൾ സെറ്റ് ഇന്റർസെക്ഷൻ യെസ്, നൾ സെറ്റ്. സോ ഡിമോർഗൻസ് റൂൾ എന്താണ് ഡിമോർഗൻ പറഞ്ഞിട്ടുള്ളത്? A union B, the complement is A complement intersection B complement. A intersection B complement is A complement union B complement. What is A complement? A യിൽ ഇല്ലാത്തതും S ൽ ഉള്ളതുമായിട്ടുള്ള elements in this case. A complement. Elements they are not in A, S ൽ ഉണ്ടാവും. Okay. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിലേക്ക് പോകാം. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം? മൾട്ടിപ്ലിക്കേഷൻ തിയറം says a P of A intersection B is equal to P of B into P of A given B. It is derived from the conditional probability. P of A intersection B, A and B, A and B, P of A intersection B, A and B together, and multiplication ആയിട്ടാണ് mathematics. Union addition ആയിട്ടാണ് mathematics. So A intersection B multiplication theorem, P of A and B, P of AB. Simple ആയിട്ട് നമുക്ക് എന്ത് പറയാം? P of A intersection B നെ P of AB എന്ന് പറയാം. P of AB, P of AB is P of AB is P of A given B into P of B. ഏതാണോ given അതിന്റെ probability. Also P of A intersection B is P of A into P of B given A. അപ്പോൾ രണ്ട് തരം കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് P of A intersection B കോമൺ ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? P of A intersection B is P of B into P of A given B. P of A intersection B is also P of A into P of B given A. ഏതാണോ given അതിന്റെ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലേ? അപ്പോൾ അത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ്. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ ഒരു കാര്യം കൂടി പറയാം. If A and B are independent, എന്തൊക്കെ സംഭവിച്ചാലും ശരി എയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ബാക്കി ഇവന്റ്സിന്റെ പ്രോബബിലിറ്റിയും ആയിട്ടൊന്നും റിലേറ്റഡ് അല്ലെങ്കിൽ you can say A and B are independent. P of A given B is P of A. B given ആയാലും അല്ലെങ്കിലും P of A യുടെ പ്രോബബിലിറ്റി മാറ്റില്ല. P of B given A it doesn't happen, it doesn't affect the event B അല്ലേ? അങ്ങനെയാണെങ്കിൽ it is same as P of B. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി തന്നെയാണ്. ഏത് ഇവന്റിന്റെ ആണോ കാണുന്നത് ആ ഇവന്റിന്റെ അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P of A given B P of A എന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P of A given B P of A ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ P of B given A P of B എന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ what happens?
നമുക്ക് കിട്ടും if A and B are if A and B are independent, this multiplication theorem become P of A intersection B is equal to P of A into P of B. കാരണം എന്താ A given B യുടെ പ്രോബബിലിറ്റി P of A ആണ്, B given A യുടെ പ്രോബബിലിറ്റി P of B ആണ്. ആ രണ്ട് റിസൾട്ടും ഇംപ്ലൈ ചെയ്യുന്നത് P of A intersection B is P of A into P of B എന്നാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് ബേസ് തിയറം പറയുന്നത് എന്താ? E1, E2, etc. En there are n mutually exclusive events. നമ്മൾ ഇതാണ് S എങ്കിൽ നമുക്ക് ഇവിടെ E1, E2, E3, En mutually exclusive events ഉണ്ട്. ആ mutually exclusive events ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അത് S ആണ്, സാമ്പിൾ സ്പേസ് ആണ്. E1 union E2 union etc. En union is equal to S sample space. N mutually exclusive events, one event can prevent the occurrence of other. അങ്ങനെയാണെങ്കിൽ the theorem says if A is any event, ഇതിൽ വരുന്ന ഒരു event ആണ് A is any event, P of I given A, what is I? നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള I എന്താ? I equal to 1, 2, 3 up to n events എടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു event I equal to 2, P of E2, I equal to 5, P of E5. അപ്പോൾ നമ്മൾ പറയുകയാണ് P of EI given A is equal to P of EI into P of A given EI divided by sum of I values 1 to n P of EI into P of A given EI. I equal to 1, 2, 3 up to n. If the value of I you are taking, suppose let I equal to 1, then P of E1 given A, that is equal to എങ്ങനെ വരും? P of E1 into P of A given E1 divided by summation over I values 1 to n P of EI into P of A given EI. താഴത്തെ ടേമിന് മാറ്റില്ല, മുകളിൽ ഐക്ക് പകരം 1 കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതവിടെ നിൽക്കട്ടെ, അതിപ്പോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ കാര്യം അവിടെ വിടാം. ഓക്കെ, ഇതിന്റെ പ്രൂഫ് എങ്ങനെയാ വരുന്നത്? P of A intersection EI നമുക്കറിയാവുന്ന കാര്യം, ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിക്കാം. P of A intersection EI, P of A intersection B ആണെങ്കിൽ P of EI into P of A given EI. ഇവിടെ വന്നിട്ടുള്ള given A ആണ്, നമ്മൾ രണ്ടാമത്തെ ഫോം എടുക്കുകയാണ്. A given B യും അറിയാം, B given A യും അറിയാം. നമുക്ക് ആവശ്യം EI given A ആണ്, അപ്പോൾ നമ്മൾ തിരിച്ചറിയാവുന്ന കാര്യം A given EI ഉപയോഗിച്ചു. P of A intersection EI is P of EI into P of A given EI. A എന്ന് പറയുന്നത് A intersection S ആണ്. A എന്ന് പറയുന്നത് നമുക്ക് E ആണെങ്കിൽ E intersection S equal to E ആണ്. ഇവിടെ ഇവന്റ് A ആണെങ്കിൽ A intersection S എന്ന് പറയുന്നത് A തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A intersection S എന്ന് പറയുന്നത് ഈ യൂണിയൻ ആണ്, E1 E2 E3 etc. ആണ് അല്ലേ? അപ്പോൾ A intersection S നെ മാറ്റി എഴുതാം, E1 union E2 union En. A എന്ന് പറയുന്നത് A intersection S ആണ്, S എന്ന് പറയുന്നത് n events-ന്റെ യൂണിയൻ ആണ്. അങ്ങനെ മാറ്റി എഴുതിയാൽ നമുക്ക് A intersection E1 union A intersection E2 union ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് A intersection E1 union n ടേംസ് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ LHSലുള്ള A ആണ്, P of A equal to ഇതിന്റെ സം ആയിട്ട് എഴുതാം P of A intersection E1 plus P of A intersection E2 plus P of A intersection En. എന്താ കാരണം? E1 E2 etc. En മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്ന ഓരോ ഇവന്റ്സും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്ന ഓരോ ഇവന്റ്സിന്റെയും യൂണിയന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ ഓരോ ഇവന്റ്സിന്റെയും എന്താണ്? സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റിയുടെ ടോട്ടൽ ആണ്. അപ്പൊ ഇവിടെ P of A intersection E1 plus P of A intersection E2 plus P of A intersection En n terms.
അപ്പൊ ഈ പ്ലസിനെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് എഴുതാം? നൊട്ടേഷൻ എന്താണ്? സമ്മേഷൻ സിഗ്മ I varies 1 to n P of A intersection EI variable on the suffix. I varies 1 to n. N events ആണുള്ളത്. അപ്പം സമ്മേഷൻ I varies 1 to n P of A intersection EI എന്ന് പറയാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള P of A intersection EI into P of A given EI ആണ്. അല്ലേ? അപ്പൊ അതെന്താണ്? അത് ഇവിടെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. P of EI into P of A given EI ആണ് P of A intersection EI. So what we get? P of A equal to this. Clear ആണ്? This is Bayes theorem, the proof of Bayes theorem. P of A given EI, P of EI intersection A by P of EI. P of EI intersection A നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. P of EI intersection A given EI, P of EI. Clear? Cross multiple ചെയ്തു. P of E intersection A is P of EI into P of A given EI. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ സിമ്പിൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് ഇവിടെ P of A intersection EI, P of EI into P of A given EI മൾട്ടിപ്ലിക്കേഷൻ തിയറം ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓൾസോ നമുക്കറിയാം, നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ ബേസ് തിയറത്തിൽ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞിട്ടുള്ളത് P of EI given A ആണ്. സോ ഇറ്റ് ഈസ് രണ്ടാമത്തെ ഫോർമാറ്റിൽ എഴുതാം P of EI intersection A by P of A. ഈ P of A ആണ് നമ്മൾ മാറ്റി എഴുതിയത് ഇത്രയും സമ്മേഷൻ ആയിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം P of EI given A is ഇന്റർസെക്ഷനെ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതി, P of A നെ മാറ്റി സമ്മേഷൻ ആയിട്ട് എഴുതി. ബേസ് തിയറം. ഓക്കെ, ബേസ് തിയറത്തിന്റെ പ്രൂഫിനായിട്ട് വരച്ച് വെക്കും. നമ്മളെ സാമ്പിൾ സ്പേസും അതിന്റെ n മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സും ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യത്തെ പ്രോബബിലിറ്റിയുടെ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വൺ കോയിൻ ടോസിംഗ് ആണെങ്കിൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട്. സെറ്റ് TH, സെറ്റ് നൊട്ടേഷൻ ആണ് സാമ്പിൾ സ്പേസ്, സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ്. നമുക്ക് അതിനെ വാരിയബിൾ ആയിട്ട് കണക്ട് ചെയ്യുന്നത് T എന്ന് പറയുന്നത് സപ്പോസ് നമ്പർ ഓഫ് ഹെഡ് ആണ് നമ്മുടെ പർട്ടിക്കുലർ എങ്കിൽ T എന്ന് പറഞ്ഞ ഇവന്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ഹെഡ് 0 ആണ്. H ആണെങ്കിൽ നമ്പർ ഓഫ് ഹെഡ് 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് ആണ് പ്രോബബിലിറ്റിക്ക് വേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 2⁻1 ആണ്. അത് 2 ആണ്. ഒരു കോയിൻ ടോസ് ചെയ്താൽ, രണ്ട് കോയിൻ ടോസ് ചെയ്താൽ TT, TH, HT, HH 4 ഔട്ട്കംസ് ഉണ്ട്. അത് 2⁻2 ആണ്. ഒരു കോയിൻ ആണെങ്കിൽ 2 ഔട്ട്കം. അങ്ങനെ 2 പ്രാവശ്യം ചെയ്താൽ 4 ഔട്ട്കം. അല്ലെങ്കിൽ 2 കോയിൻ ടോസ് ചെയ്താൽ 4 ഔട്ട്കം. 3 കോയിൻ ആണെങ്കിൽ ഒരു കോയിൻ 2, 3 കോയിൻ ആണെങ്കിൽ 2⁻3. ഒരു കോയിൻ 3 പ്രാവശ്യം ഇട്ടാലും സെയിം ഇഫക്റ്റ് തന്നെ 2⁻3 ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഒന്നാമത്തെ കേസിൽ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് എന്ന് പറയുന്നു. എങ്ങനെയാണ് കാണുന്നത്? നമ്പർ ഓഫ് പർട്ടിക്കുലർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഹെഡിന്റെ പ്രോബബിലിറ്റി ആണ് കാണണമെങ്കിൽ H എത്ര പ്രാവശ്യം ഉണ്ട്? ഒരു പ്രാവശ്യം. 1/. എത്ര ഔട്ട്കംസ് ഉണ്ട്? 2 ഔട്ട്കംസ് ഉണ്ട്. 1/2. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി പ്രോബബിലിറ്റി ഓഫ് ഹെഡ് എന്ന് പറയുന്നത് 1/2. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് 50% ആണ്, 1/2 ആണ്. അത് വരുന്ന ലോജിക് ഇതാണ്. നമ്പർ ഓഫ് പർട്ടിക്കുലർ H ഇൻ ദ സാമ്പിൾ സ്പേസ് 1 by ഇറ്റ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ അല്ലേ നമ്പർ ഓഫ് പർട്ടിക്കുലർ വിത്ത് ടോട്ടൽ നമ്പർ. അതേപോലെ രണ്ടാമത്തെ കേസ്, ഇപ്പം രണ്ടാമത്തെ കേസ് 2 കോയിൻ ടോസ് ചെയ്തു, 4 ഔട്ട്കം കിട്ടിയിട്ടുണ്ട്. അതില് പ്രോബബിലിറ്റി ഓഫ് നോ ഹെഡ്സ്, ഹെഡ് കിട്ടാതിരിക്കാനുള്ള ചാൻസ്, 2 ടെയിൽ ആവാനുള്ള ചാൻസ് ഏത് മാത്രമേ ഉള്ളൂ? 2 ടെയിൽ ആവാൻ TT ഒറ്റ ചാൻസ് ഉള്ളൂ. സോ നമ്പർ ഓഫ് പർട്ടിക്കുലർ എലിമെന്റ്, നമ്പർ ഓഫ് TT ഇൻ സാമ്പിൾ സ്പേസ് ഓൺലി വൺസ്. 1 by ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റ്സ് 1/4. ക്ലിയർ ആണ്? അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാം. H equal to 0, no heads. H equal to 1 head by 2 coins tossed. 1 head TH ആവാം, HT ആവാം. 2/4. 2 heads when 2 coins are tossed, only once. മൂന്നാമത്തെ കേസ് H equal to 0, no heads. എല്ലാം ടെയിൽ ആയിരിക്കണം. TT once. 1/. ആകെ എത്ര? 2⁻3. 8 outcomes. 1/8. P of H equal to 1. ഒരു ഹെഡ് കിട്ടാനുള്ള ചാൻസ്. HTT
THT, TTH. മൂന്ന് തരത്തിൽ വരാം ഇവന്റ്. സോ 3/8. രണ്ട് ഹെഡ് കിട്ടാൻ ചാൻസ് HHT, HTH, THH. മൂന്ന് തരത്തിൽ വരാം 3/8. മൂന്നും ഹെഡ് ആവാനുള്ള ചാൻസ് ഓൺലി വൺ ചാൻസ് അല്ലേ, ഓൺലി വൺ event H in the sample space 1/8. So the probabilities are 1/8 while H equal to 0, H equal to 1 3/8, H equal to 2 3/8, H equal to 3 1/8. Total probability of sample space, total probability is always 1. Total probability is always 1. ഒന്നാമത്തെ കേസ് TH എന്തൊക്കെയാവാം, no head ആവാം, 1 head ആവാം, 1/2 1/2 1/2 plus 1/2 1. രണ്ടാമത്തെ കേസ് 1/4 plus 2/4 plus 1/4 4/4 1. മൂന്നാമത്തെ കേസ് 1/8 plus 3/8 plus 3/8 plus 1/8 8/8 1. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇവന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് ഒരു ഇവന്റിൽ 2 ആണെങ്കിൽ നമ്പർ ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്നത് n ഇവന്റ്സ് ഉണ്ടെങ്കിൽ 2n. ഒരു ഇവന്റ് ഒരു ട്രയൽ ആണെങ്കിൽ 2/1, രണ്ട് ട്രയൽ ആണെങ്കിൽ 2/2, മൂന്ന് ട്രയൽ ആണെങ്കിൽ 2/3 ഔട്ട്കംസ് ഇൻ ദ സാമ്പിൾ സ്പേസ്. അപ്പൊ നമ്പർ ഓഫ് പർട്ടിക്കുലർ കാണണം. എങ്ങനെ കാണാം? നമ്പർ ഓഫ് പർട്ടിക്കുലർ വരുന്നത് ആദ്യത്തേലാണെങ്കിൽ T വരുന്നത് ഒരു പ്രാവശ്യം, H വരുന്നത് ഒരു പ്രാവശ്യം 1 1. രണ്ടാമത്തേലാണെങ്കിൽ TT ഒരു പ്രാവശ്യം, H 1 ആവാൻ 2 ചാൻസ്, H 2 ആവാൻ 1 ചാൻസ്. അപ്പം 1 2 1 1 2 1 പർട്ടിക്കുലർ എലിമെന്റ്സ് അല്ലേ? എത്ര എണ്ണം വരുന്നത് എന്നുള്ളത് മൂന്നാമത്തേതാണെങ്കിൽ ആദ്യത്തേത് TT ഒരു പ്രാവശ്യം, H ഒന്ന് വരുന്നത് 3 പ്രാവശ്യം, H 2 വരുന്നത് 3 പ്രാവശ്യം, H 3 വരുന്നത് ഒരു പ്രാവശ്യം. 1 3 3 1 പർട്ടിക്കുലർ എലിമെന്റ്സ്. ഇതെങ്ങനെയാ വരുന്നത്? എക്സ്ട്രീംസിൽ 1ഉം ബാക്കി വരുന്നത് അത് രണ്ട് വാല്യൂസ് പെയർ ആയിട്ട് ആഡ് ചെയ്യാം. 1 1 2 അല്ലേ? എക്സ്ട്രീംസിലെല്ലാം 1 ആഡ് ചെയ്യാം. 1 2 3 2 plus 1 3 1 3 4 3 3 6 3 1 4. അതാണ് എന്ത് വരുന്നത്? നമ്പർ ഓഫ് പർട്ടിക്കുലർ ആയിട്ട് വരുന്നത്. ടോട്ടൽ ആയിട്ട് വരുന്നത് 2n ആണ്. ഇതിനെന്താ പറയുന്നത്? പാസ്കൽസ് ട്രയാങ്കിൾ. കേട്ട് കാണും, പാസ്കൽസ് ട്രയാങ്കിൾ. സോ ആൾ അബൌട്ട് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ പറയുന്നത്. എന്താണ് പ്രോബബിലിറ്റി ചെയ്യുന്നത്? റാൻഡം എക്സ്പെരിമെന്റിൽ തുടങ്ങി എക്സ്പെരിമെന്റ് ഔട്ട്കം ഇവന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താണെന്ന് പറഞ്ഞു, ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്താണെന്ന് പറഞ്ഞു, ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്താണെന്ന് പറഞ്ഞു, ഈക്വൽ പ്രോബബിലിറ്റി എല്ലാ ഇവന്റ്സിനും അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ സെറ്റ് നൊട്ടേഷൻസ് മനസ്സിലാക്കി. നൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി 0 ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ വരുന്ന നൾ ഇവന്റിന്റെ പ്രോബബിലിറ്റി 0. നമ്പർ ഓഫ് പർട്ടിക്കുലർ ബൈ ടോട്ടൽ അല്ലേ? നമ്പർ ഓഫ് പർട്ടിക്കുലർ നൾ ഇവന്റ് ആണെങ്കിൽ 0 by n whatever may be 0. And 3 axioms. Total probability 1, probability between 0 1, mutually exclusive. If events are mutually exclusive, P of E1 union E2 is P of E1 plus P of E2. 3 axioms. Conditional probability. Some event is already happened, given. If it is known, P of A given B is P of A intersection B by P of B. P of B not equal to 0, mathematical condition. Okay. Similarly, then we can say about multiplication theorem. Intersection part. Intersection is and replaced with multiplication. Multiplication. P of A intersection B. P of B into P of A given B. Okay. രണ്ട് ഫോർമാറ്റിൽ എഴുതാം. മൂന്നാമത്തത് if it is independent, A and B are independent, conditional probabilities എങ്ങനെ വരും? Become individual probability. So P of A into P of B. Then about Bayes theorem. Bayes theorem, the sample space, the whole sample space divided with n mutually exclusive events. We are looking for any event A. If A is already happened, we are looking for probability of any event EI, E1 or E2 or E3. P of E1 given A, P of EI given A. നമുക്ക് എങ്ങനെ പറയാം? It is P of EI into P of A given EI divided with total of summing over I varies 1 to n events, n mutually exclusive events. എങ്ങനെ പറയാം? P of EI into P of A given EI. എങ്ങനെയാണ് പ്രൂഫ് ചെയ്തത്? ആദ്യം നമ്മൾ ഇതെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, അതുകൊണ്ട് അതിന്റെ യൂണിയൻ എന്ന് പറയുന്നത് S ആണ്. A intersection EI എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി P of EI into P of A given EI ആണ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം. A നമുക്ക് റീറൈറ്റ് ചെയ്യാം A intersection S. A intersection S എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും യൂണിയൻ ആണ്. അതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം.
ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E1 E2 E3 En are mutually exclusive. So A intersection E1 A intersection E2 etc. A intersection En are mutually exclusive. അതിന്റെ ഒക്കെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് A is equal to sum of individual probability. അതിനെ സമ്മേഷൻ ഉപയോഗിച്ച് എഴുതാം. അതിവിടെ ഈ ഫോർമാറ്റിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്താൽ സോറി P of EI intersection A by P of A, P of EI intersection A എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്. P of A എന്ന് പറയുന്നത് സമ്മേഷൻ ആണ്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബേസ് തിയറം, പ്രൂഫ് ഓഫ് ബേസ് തിയറം. ഓക്കെ ആണ്. ഓക്കെ.